ലോക്കും കീ ആണ്. ഇത് ജെം സ്റ്റോണിന്റെ, ഇത് ടൈഗർ ഐയുടെ ലോക്കാണ്. ഇത് ഗിഫ്റ്റ് എല്ലാം ചെയ്യാൻ പറ്റുന്ന. ഇതെന്താ സാധനം? ഇതൊരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള സ്റ്റോൺ ആണ്. ഇത് സ്റ്റോൺ ആണ്. ഓക്കെ ഓക്കെ. ആളുകൾക്ക് ഒരു 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 സ്പെഷ്യൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അല്ലേ? ഇതിനൊക്കെ എന്താ പ്രൈസ് വരുന്നത്? ഇത് ക്യാരറ്റിന് 50 രൂപ മുതലുണ്ട്. ഡിപ്പെൻസ് അതിന്റെ സൈസ് അനുസരിച്ചിട്ടാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നോട്ട് ദാറ്റ് മച്ച് എക്സ്പെൻസീവ്, അത്ര എക്സ്പെൻസീവ് ആയതല്ല. ഇതെന്ത് സാധനമുണ്ട് താങ്കളെ? ഒരു ഗില്ലാടിയാണല്ലോ. ഇവിടെ ഇത് ഫൈറൂസ് ആണ്. ഫൈറൂസിന്റെ ഈജിപ്ഷ്യന്റെ ആഫ്രിക്കൻ ഉണ്ട്, നിഷാപുരി ഉണ്ട്, ഉസൈനി ഉണ്ട്, അമേരിക്കയുടെ ഉണ്ട്, അരിസോണ ഫൈറൂസ് ഉണ്ട്. ജമ്മിന്റെ ട്രീ ആണിത്. ഇതെല്ലാം നാച്ചുറൽ സ്റ്റോൺ ആണ്. അതിന് സ്റ്റോൺ ചിപ്സുകളാണ്. ഇത് അമത്തിസ്റ്റ് ആണ്, ഇത് ലാബിസ് ലുസൂലി ആണ്, ഇത് അഗൈറ്റ് ആണ്. ഒമാട്ടർ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കേട്ടോ, ഞാൻ അങ്ങനെ കാലിക്കറ്റ് മർക്കസിൽ വന്നാണ്. മർക്കസിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രിയ സുഹൃത്തായ മുസമ്മിൽ തങ്ങളുടെ സാമ്രാജ്യം അങ്ങനെ കാലിക്കറ്റേക്കും വ്യാപിച്ചിരിക്കുകയാണ്. തങ്ങളെ അസ്സലാമു അലൈക്കും. നിങ്ങളോട്ടിരിക്കല്ലേ? ഇങ്ങോട്ട് വാ. നിങ്ങളെ പൊതു മണവാളിനെ പോലെ ഇരിക്കല്ലേ? നിങ്ങളുടെ പരിപാടിയൊക്കെ അങ്ങനെ കാലിക്കറ്റ് തുടങ്ങിയല്ലേ? കാലിക്കറ്റ് മർക്കസ് തുടങ്ങി. പിന്നെ അത് മാത്രമല്ല, ദുബായിലൊക്കെ വില ചെയ്യാൻ. എന്താ ഇവിടുത്തെ പ്രത്യേകത? എന്താ ഇവിടെ നമ്മൾ കുറച്ചുകൂടി വൈഡ് ആയിട്ട് കുറച്ചുകൂടി പ്രീമിയം സ്റ്റോണിന് മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു പരിപാടിയാണ്. ഗുരുവായൂരാകുമ്പോ കുറച്ചുകൂടി പെർഫ്യൂം, ഇവിടെ പ്രീമിയം സ്റ്റോൺസ് ആൻഡ് റിങ്സ്. ഞാനിവിടെ വന്നപ്പോഴേ അത് പറഞ്ഞപ്പോഴേ ഞാനിവിടെ വന്നപ്പോൾ തന്നെ കണ്ടതും ആക്ച്വലി ഇവിടെ ഇത് റിങ്സിന്റെ ഒരുപാട് കളക്ഷൻ ഉള്ളത്. തങ്ങളെ നമ്മുടെ ജെൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് ഒരു സാധനമാണ് അല്ലേ? ഇത് ലോക്കും കീ ആണ്. ഇത് ജെം സ്റ്റോണിന്റെ, ഇത് ടൈഗർ ഐയുടെ ലോക്കാണ്. ഇത് ഗിഫ്റ്റ് എല്ലാം ചെയ്യാൻ പറ്റുന്ന. ഇതെന്താ സാധനം? ഇതൊരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള സ്റ്റോൺ ആണ്. ഇത് സ്റ്റോൺ ആണ്. ഓക്കെ ഓക്കെ. ആളുകൾക്ക് ഒരു 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 സ്പെഷ്യൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അല്ലേ? ഇത് ചാർജിങ് പ്ലേറ്റ്. അതിന്റെ കുറച്ചും കൂടി അന്ന് നമ്മുടെ വീഡിയോയിൽ പലരും ചോദിച്ചാണ് ചാർജ് ആവോ ഇത് വെച്ച് കഴിഞ്ഞാല്. അതെ, ചാർജ് ആവേണ്ടതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്? അതെ, അതിന്റെ മട്ടത്തിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വെരി ഗുഡ് വെരി ഗുഡ്. ചാർജിങ് പ്ലേറ്റ് അത് അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ കുറച്ച് എനിക്ക് ഒന്നുകൂടെ കാണാൻ ആഗ്രഹം വെറൈറ്റി മോതിരങ്ങളാണ്. നിങ്ങൾ ഈ മോതിരത്തിൻ്റെ ഒന്ന് എടുത്തേ. എന്തായാലും നിങ്ങൾ അതിൽ ഭയങ്കര സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ആളാണെന്ന് അറിയാവുന്ന എല്ലാം ഒന്ന് എടുത്തേ. മൊത്തം എടുക്കാൻ പറ്റുമോ അത്? യെസ്. ഇത് നമുക്ക് ആളുകളുടെ അളവിനും അവരുടെ ഓരോ രീതിക്കും അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലേ? അല്ലേ? അതല്ലേ നമ്മൾ ചെയ്യുന്ന അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ഫിംഗറിന്റെ സൈസ് എടുക്കും, നമ്മൾ തന്നെ മേക്ക് ചെയ്യും. നമുക്ക് വർക്ക്ഷോപ്പ് ഉണ്ട്, നമ്മൾ സ്പിത്ത് ഉണ്ട്. ഇതൊക്കെ ഓൺ മേക്കിംഗ് ആണ്. മേക്കിംഗ് ആണ്. നിങ്ങളെ കയ്യിൽ വലിയ മോഡൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്റെ കയ്യിലുണ്ട്. കയ്യിലല്ല, കസ്റ്റമേഴ്സിന്റെ കയ്യിൽ ഏതെങ്കിലും മോഡൽ ഉണ്ടെങ്കിൽ നമ്മൾ വെറൈറ്റി ടൈപ്പിലുള്ള അല്ല. ഇത് ഞാൻ നോക്കുമ്പോഴേ പല ആളുകളുടെയും കൈകളിൽ ഇതിപ്പോ കാണുന്നുണ്ട് ഇങ്ങനത്തെ മോരം. ഇപ്പൊ ക്രിസ്റ്റൽസിനെ എല്ലാവരും ജനങ്ങൾ അത് കൂടുതൽ അട്രാക്റ്റീവ് ആയി വരുന്ന ഒരു സമയമാണ്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ഇവിടെ വന്നത്. യെസ്. മർക്കസിലാകുമ്പോ കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലയൻസിനെ നിങ്ങൾക്ക് വരുന്നത്. ഇത് സാധനമുണ്ട് താങ്കളെ? ഒരു ഗില്ലാടിയാണല്ലോ. ഇവിടെ ഇത് ഫൈറൂസ് ആണ്. ഫൈറൂസിന്റെ ഈജിപ്ഷ്യന്റെ ആഫ്രിക്കൻ ഉണ്ട്, നിഷാപുരി ഉണ്ട്, ഉസൈനി ഉണ്ട്, അമേരിക്കയുടെ ഉണ്ട്, അരിസോണ ഫൈറൂസ് ഉണ്ട്. എല്ലാം ഉണ്ട്. ഫൈറൂസിന്റെ ടെക്സ്റ്റൈലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് വാളില്. ഞാനേ ഈ മോതിരങ്ങളൊക്കെ ഒന്ന് എടുത്തൊന്ന് ചോദിച്ചോട്ടെ. ഇതിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കൊള്ളാട്ടെ. ഇതൊക്കെ നിങ്ങൾ നമ്മൾ തന്നെ പണിത് കൊടുക്കുന്നതാണോ? അതെ, ഇതൊക്കെ ഇത് നമ്മൾ തന്നെ മേക്ക് ചെയ്തതാണ്. ഇത് നമ്മൾ മേക്ക് ചെയ്തത്, റെഡിമെയ്ഡ് വരുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കൊള്ളാം. ഇതൊക്കെ ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ ചില വലിയ ബിസിനസ്സുകാരുടെ കയ്യിലൊക്കെ ചെല്ലുമ്പോണ്ടല്ലോ നമ്മൾ ഇങ്ങനത്തെ സാധനം കണ്ടിട്ടുണ്ട്. ബിസിനസ്സുകാരെന്ന് മാത്രമല്ല, എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും നമുക്ക് യൂസ് പറ്റുന്നതാണ്. ഇതിനൊക്കെ എന്താ പ്രൈസ് വരുന്നത്? ഈ ഒരു മോതിരത്തിനൊക്കെ എന്താ പ്രൈസ്? ഇത് 5311 രൂപ. ഇതിൽ സ്റ്റോണിന്റെ പ്രൈസ് 2880 രൂപ. ഇതില് 10 ഗ്രാമോ 550 മില്ലി സിൽവർ ഉണ്ട്. സിൽവർ. ഫോർ എക്സാമ്പിൾ ഇതിന്റെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒരു സ്റ്റോണുകൾ നമുക്ക് കാണുന്നുണ്ടല്ലോ. ഇപ്പൊ ഒരു കസ്റ്റമർ ചോദിക്കണ സ്റ്റോണിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല? നമുക്ക് കൊടുക്കാം അല്ലേ? നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അവർക്ക് ഏത് ലാബിൽ നിന്ന് കൊടുക്കാം, ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഏത് സ്റ്റോൺ എടുക്കുമ്പോൾ അതിന്റെ
സർട്ടിഫിക്കേഷൻ ചാർജ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞാണ്. നമ്മൾ ജെന്യുവിൻ എന്നല്ല, ആദ്യമൊക്കെ നമ്മ കുറച്ചും കൂടി AD പോലത്തെ കല്ലുകളൊക്കെ ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മ നാച്ചുറലൈസ് സ്റ്റോൺ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതൊക്കെ ഇതിന്റെയൊക്കെ ഷേപ്പ് കണ്ട എനിക്കിത് കാണുമ്പോൾ ചിരി വരും കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബിഗ് എലമെന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന, പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ബിഗ് സാധനങ്ങളോട് വലിയൊരു ഭ്രമമില്ല. പക്ഷെ കാണാനൊക്കെ ഭയങ്കര രസമുണ്ട്. ഇത് വേറൊരു ഐറ്റമാണ്. ഇപ്പൊ അഥവാ ഇത് ജമ്മിന്റെ ട്രീ ആണിത്. ഇതെല്ലാം നാച്ചുറൽ സ്റ്റോൺ ആണ്. അതിന് സ്റ്റോൺ ചിപ്സുകളാണ്. ഇത് അമത്തിസ്റ്റ് ആണ്, ഇത് ലാബിസ് ലുസൂലി ആണ്, ഇത് അഗൈറ്റ് ആണ്. ഓക്കെ, ഇത് എന്ത് പർപ്പസ്? ഗിഫ്റ്റ് പർപ്പസ് അല്ലേ? ഗിഫ്റ്റ് പർപ്പസ് നമ്മൾ ഓഫീസിൽ വെക്കാൻ അങ്ങനെ പ്ലേസ്മെന്റ് ചെയ്യാം. അതുമല്ല എങ്കിൽ ഇതിനൊക്കെ എന്തെങ്കിലും പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റി അതുകൊണ്ടാണല്ലോ. ഇത് ഒരു നമ്മ ഇരിക്കുന്ന ഇടം, ഇടപഴകുന്ന ആൾക്കാര്, പോകുന്ന സ്ഥലം, ഇതിലൊക്കെ പോസിറ്റീവ് ഉണ്ടല്ലോ. കഴിക്കുന്ന ഭക്ഷണം അതെല്ലാം ഉണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങള് പോസിറ്റീവ്. ഇത് നമ്മൾ വീട്ടിലെ റൂമില എവിടെ വേണമെങ്കിലും പ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റും. ഇത് മൈക്രോസ്കോപ്പ് ആണ്. ഇത് നമ്മൾ ഒരു സ്റ്റോണ് നാച്ചുറൽ ആണോ അല്ലേ എന്നുള്ളത് അതിന്റെ ഇൻക്ലൂഷൻ വൈസ് നോക്കി ചെയ്യുന്ന മൈക്രോസ്കോപ്പ്. ഇതിലൂടെ നോക്കും. ഇതിലൂടെ നോക്കി കഴിഞ്ഞാൽ ഇത് മാത്രല്ല, അങ്ങനെ കുറച്ച് 2-3 എലമെന്റ്സ് ഉണ്ട്. അതിന്റെ ശേഷമാണ് നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തുക. എനിക്ക് ഇവിടെ വരുമ്പോഴേ ഞാനിവിടെ കണ്ട ഒരു വെറൈറ്റി ഐറ്റംസ് എന്ന് പറഞ്ഞ് ഒരാളുടെ കണ്ണ് പോലെ ഇരിക്കുന്നത്. അതിന്റെ വലിയ ഒരു വൈഡ് വെറൈറ്റി ആണ്. ഒരാളുടെ കണ്ണ് പോലെ. റമീസറാ റമീസ് ഞങ്ങളെ ഹോട്ടൽ ബിസിനസ് ഒക്കെ ചെയ്ത് ഒരു ഇതൊക്കെ ചെയ്തൊക്കെ കാണോ. റമീസിന്റെ കയ്യിൽ അന്ന് നമ്മളിത് കാണിക്കുകയും ചെയ്ത് ഒരു മോതിരം. ഇത് കണ്ടത് കണ്ണ് പോലെ ഇരിക്കും. ഇതെന്താ പരിപാടി? ഇത് ഈ സ്റ്റോൺ ഹയാക്കിക്ക് എന്നാണ് പറയാ. കണ്ണ് പോലെ ഉണ്ടാവും. അതിന്റെ ഒരു വലിയൊരു വൈഡ് റേഞ്ച് ആണ്. ഒരാളുടെ കണ്ണ് പോലെ ഇരിക്കുന്നത് കൊള്ളാട്ടോ. ഇതിനൊക്കെ എന്താ പ്രൈസ് വരുന്നത്? ഇത് ക്യാരറ്റിന് 50 രൂപ മുതലുണ്ട്. ഡിപ്പെൻസ് അതിന്റെ സൈസ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ നോട്ട് ദാറ്റ് മച്ച് എക്സ്പെൻസീവ്. അത്ര എക്സ്പെൻസീവ് ആയതല്ല ഇതൊന്നും. ഇത് കുറച്ചും കൂടി ക്രിസ്റ്റൽ ടൈപ്പിലോട്ട് പോകുമ്പോൾ എമറോൾഡ്, റൂബി, അമത്തിസ്റ്റ്, അത് തന്നെ നമുക്ക് ഏത് റേഞ്ചിൽ കിട്ടും. ക്യാരറ്റിന് 50 രൂപ മുതൽ നാച്ചുറലൈസ് സ്റ്റോൺ അങ്ങനെ ക്യാരറ്റ് 50,000 രൂപ വരെയുള്ള ഇത് കിട്ടും. ഇപ്പൊ നമ്മളെ തന്നെ റൂബി എല്ലാം ഒരു 1.5 ലാഖിന്റെ എല്ലാം ഉണ്ട്. ഒരു 5 ക്യാരറ്റിന്റെ ഉണ്ട്. ഇതിന് റേറ്റ് വരുന്നത് നിങ്ങൾ നോക്കുന്നേ അതിന്റെ അല്ല, ഇപ്പൊ ഇതിന്റെ ഏറ്റവും ഒരു 1800 ഒക്കെ ഇതിന് വരും ആണല്ലേ? അപ്പൊ അതിൽ തന്നെ ഇത് വരികയാണെങ്കിൽ ഏകദേശം ഞാൻ കാണുന്ന 800 ഒക്കെ വരുള്ളൂ. ഇതിൽ തന്നെ നമുക്ക് 500 ഉണ്ടാവും. ഇതൊക്കെ ഒരു 500 വരുള്ളൂ. ഞാൻ കാണുന്ന ഹൈലൈറ്റ് എന്നറിയോ? ഇപ്പൊ കാലിക്കട്ടുള്ള ഒരാൾക്ക് നിങ്ങൾ അന്വേഷിച്ച് ഗുരുവായൂരേക്ക് വരണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഇതൊരു സംഭവം ഉണ്ട്. കാണുമ്പോ ഒരു രസം തന്നെ ഉണ്ട്. കണ്ടോ? ഇത് അയ്യാക്കി. ഓരോരുത്തരും ഓരോ പേരാണ്. ഇത് കൂടെ ഒന്ന് എടുക്കാവോ താങ്കൾ? ഇത് റെഡിമെയ്ഡ് വരുന്നത്, സ്റ്റീലിൽ വരുന്നത്. ഇതെല്ലാം 590 ഒക്കെ വരുള്ളൂ. അത്ര കുറഞ്ഞ ടൈപ്പാണ്. ഇതൊരു വേറെ ടൈപ്പ് ഓഫ് സാധനം. അത് സ്റ്റീലിന്റെ തുർക്കി റിങ്സ് എന്ന് പറയുന്നത്. ഈ കല്ലൊക്കെ എങ്ങനെയുണ്ട്? അതൊന്നും നാച്ചുറലൈസ് സ്റ്റോൺ അല്ല. ഒക്കെ എനാമൽ പെയിന്റ് ടൈപ്പ് സ്റ്റോൺ പോലെ തോന്നിക്കണ ഇത് ഒരാൾക്കാർക്ക് ഇവിടെ വെറുതെ ഒരു സ്റ്റോൺ ഇട്ട് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ റിംഗ് ഇട്ട് പഠിക്കാൻ വേണ്ടി ചെയ്യാം. ഇതാണ് യഥാർത്ഥ സ്റ്റോണുകൾ. ഇതിലാണ് നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോണുകൾ. റിംഗ് കുറച്ച് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഡിപ്പെൻസ് അവരുടെ അളവിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അവർക്ക് അവിടുന്ന് എവിടെ വേണമെങ്കിലും ചെയ്യാന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ഒരു കസ്റ്റമറിന് നമ്മൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റോൺ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു കൊടുക്കും? നമ്മൾ ചെയ്തു കൊടുക്കും. കസ്റ്റമർക്ക് ഏത് ടൈപ്പ്, ഏത് ക്ലാരിറ്റി ഉള്ള കല്ല് വേണം, അല്ലെങ്കിൽ ഏത് സൈസിലുള്ള വെയിറ്റ് ഉള്ള കല്ല് വേണം, അല്ലെങ്കിൽ ഏത് രാജ്യത്തിന്റെ വേണം. ഇപ്പൊ എമറോൾഡ് തന്നെ പല രാജ്യങ്ങളെ വരും. അതുപോലെ ഞാൻ പറഞ്ഞില്ല യെല്ലോ സഫയർ. ഇപ്പൊ ഇത് ശ്രീലങ്കന്റെ യെല്ലോ സഫയർ ആണ്. ഇത് ബാങ്കോക്കിന്റെ ആണ് യെല്ലോ സഫയർ. ഇന്ത്യന്റെ വരും. അതിലൊക്കെ പ്രൈസ് റേഞ്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഏതിപ്പോ ബൈക്ക് ഒരു കല്ലിടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോ യെല്ലോ സഫയർ തന്നെ ക്യാരറ്റിന് ഒരു 800 രൂപ മുതൽ ഒരു 28,000 രൂപ വരെയുള്ള സ്റ്റോൺ നമ്മൾ അതിലിപ്പോ ഇതുണ്ട്. അപ്പൊ ഒരു ക്യാരറ്റിന് ഒരു 28,000 ആണെങ്കിൽ ഒരു 5 ക്യാരറ്റിന് ഒരു സ്റ്റോൺ എടുത്ത് വരുമ്പോ
ഊട്ടിയൊക്കെ പറഞ്ഞു കുറച്ച് അഡ്ജസ്റ്റ് തന്നോട്ടോ. 1,40,000 വരും. ആണല്ലേ? ആ നാച്ചുറൽ ആയ സർട്ടിഫൈ ഈ സ്റ്റോണിനെ നമുക്ക് ക്യാരറ്റിന് 5,000 കിട്ടുന്നുണ്ട്. എന്റെ വൈഫിന്റെ കയ്യില് ഇതുപോലത്തെ ഒരു സാധനം ഉണ്ട്, കോറൽ അല്ലേ? ഓർഗാനിക് ജെം സ്റ്റോൺ ആണ് ഇത്. നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫീൽ ചെയ്യുന്ന ഒരു ജെമ്മാണ് കേട്ടത്. പിന്നെ എനിക്ക് ഈ പച്ചക്കളർ എനിക്ക് ഇഷ്ടം. പച്ചക്കല്ലിട്ട് പച്ച പിടിക്കും. മരതകമാണത്? അല്ലല്ല, മരതകല്ല. സാധാ എഗൈറ്റ് ഫാമിലിയുള്ള ഒരു കല്ലാണ്. ഇതാണ് എമറോൾഡ് വരുന്നത്, മരതകം എന്നാണ്. ഇത് അതിന്റെ ഒരു 10 കാരന്റെ ഒരു വലിയൊരു ജെമ്മാണ് അത്. ബെറിൻ ഫാമിലിയുള്ള സ്റ്റോൺ ആണിത്. ഇപ്പൊ നമ്മ ഇതുവരെ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള കുറച്ച് മുന്നെല്ലാം നമ്മൾ ക്യാരറ്റിന് 5,000 ഒക്കെ റേഞ്ച്, ഇപ്പൊ 50,000 60,000 ആ റേഞ്ച് വരുന്ന ജമ്മുകളാണ് ഇപ്പൊ. 5 പേരിലും വേണ്ട അങ്ങനെ ആയിട്ട് അങ്ങനെ നമുക്ക് പാകത്തിനനുസരിച്ചിട്ട് ഇടാൻ പറ്റുള്ളൂ. 1 ഇടുന്നവരുണ്ട്, 2 ഇടുന്നവരുണ്ട്, 5 പേരിലും മോതിരിടുന്ന ആൾക്കാരുണ്ട്. നമുക്ക് എപ്പോഴും നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം ജമ്മുടെ, എന്നാൽ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. എന്തായാലും ഞാനേ നമ്മുടെ ഓഡിയൻസിനോട് പറയണത്, ഇവിടെ വെറൈറ്റി രൂപത്തിലുള്ള സ്റ്റോണുകൾ ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ ഓരോരുത്തരുടെ രീതി അനുസരിച്ച് ചെയ്യുന്നതാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു കല്ലെടുക്കുന്നതിന് ജസ്റ്റ് എന്ത് ക്യൂട്ടാണ് അല്ലേ? അതെ റൈറ്റ്. നമ്മളെന്താ ഒരു സ്റ്റോൺ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ മേക്ക് ചെയ്യാം. ഇത് കൊള്ളാടാ, എനിക്ക് കേട്ടോ. ഇത് വെള്ളപ്പവിഴാണ്. വെള്ളപ്പവിഴം, വൈറ്റ് കോറൽ എന്ന് പറയും. അല്ല, ഞാൻ നമ്മുടെ ഓഡിയൻസിനോട് പറഞ്ഞതേ ഞങ്ങളെ. അപ്പൊ എന്തായാലും നമ്മുടെ ആളുകളൊക്കെ ഒന്ന് വരട്ടെ, വന്നിട്ട് മർക്കസിലൊന്ന് ഞാൻ നമ്പറൊക്കെ താഴെ കൊടുക്കാം. റമീസേ മുതലാളി കാണാം കേട്ടോ. റമീസ് നമ്മുടെ കൂടുതലുള്ള അപ്പൊ താങ്കളെ ഞാൻ വിളിക്കാം. നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ചതിൽ സന്തോഷം. വീണ്ടും കാണാം. താങ്ക് യു.